Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon, കേൾക്കാമോ? Yes, ma'am. PDF ആണോ? സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടോ? 17 ഉണ്ട് ടീച്ചർ. ഇത് പറ്റി നിങ്ങൾക്ക് മെസ്സേജ് കണ്ടില്ലേ അന്ന്? ടീച്ചർ നമുക്ക് മെസ്സേജ് വന്നിട്ടില്ലായിരുന്നു. സാധാരണ നമുക്ക് സ്മാർട്ട് ശ്രീ എന്നാണ് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് എക്സ്ട്രാ ക്ലാസ് വരുമ്പം. അവിടെ നിന്ന് അങ്ങനെ ഒരു മെസ്സേജും വന്നില്ല. പിന്നെ നമുക്ക് ഈ ക്ലാസ് റൂം ആപ്പിൽ വരുന്ന മെസ്സേജ് നമുക്ക് സെപ്പറേറ്റ് മെയിൽ അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മുടെ ഫോണറ്റിക്സിന്റെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ള PG സ്റ്റുഡൻസ് ആരും അറിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞ. MT17 ബാച്ചിലെ കുട്ടികളാണ് ടീച്ചർ. 16 15 ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ അവരെങ്ങനെ മെസ്സേജ് കണ്ടു? അല്ലേ? അല്ല ടീച്ചർ, എന്തായാലും നമ്മുടെ ബാച്ചിലെ ഒരു കുട്ടികളും അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ഒരാൾ, സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ക്ലാസ് വെക്കുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ആ മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ഗ്രൂപ്പിലോട്ട് ഫോർവേഡ് ചെയ്യുകയാ സാധാരണ നോർമലി നമ്മൾ ചെയ്യുന്നത്. അന്നത്തെ ദിവസം നമ്മൾ ആരും ഈ മെസ്സേജ് കണ്ടിട്ടില്ല. ഓക്കെ, ശരി, എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ റെക്കോർഡഡ് കാണാം കേട്ടോ. പക്ഷെ ഇവര് മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ടെക്നിക്കൽ ടീമിന് കാണിച്ചു തന്നായിരുന്നു. നമുക്ക് വാട്സപ്പിൽ വന്നിട്ടില്ലായിരുന്നു ടീച്ചർ. ഞാൻ അതാ നമ്മുടെ ഫോണറ്റിക്സ് എടുത്ത ടീച്ചറെ നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് വാട്സപ്പിലും ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവിടെ കംപ്ലൈന്റ് എക്സ്ട്രാ ക്ലാസ് ഉള്ളതായിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നു. ഓക്കെ ഓക്കെ, നന്നാവും സാറിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രെയർ ആരാന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പ്രെയർ ടീച്ചർ പ്രയർ. ഹൃദയരാഗ തന്ത്രി മീട്ടി സ്നേഹഗീതമീകിടും കർമ്മഭൂമി തളിരിടും വർണ്ണമീയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാൻ ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുഴക്കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. നന്നായിട്ട് പാടിയ ഡാൻസ്. താങ്ക് യു മിസ്. നല്ല ശബ്ദം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ജോൾ. Good afternoon, ma'am. Good afternoon, ma'am. ഒഫീഷ്യലി ലാസ്റ്റ് ക്ലാസ് ആണല്ലേ? ആണോ? എന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ നിങ്ങളോടൊപ്പം ഉള്ള. ഓക്കെ, നമ്മുടെ ഇവാലുവേഷൻ ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് നോക്കുന്നത് കേട്ടോ. ഇത് ആദ്യം എടുത്തതിന് ശേഷം ബാക്കി 2 ഭാഗങ്ങളൊന്ന് ജസ്റ്റ് പറയാനുള്ളൂ. ഇതെടുക്കാം. എല്ലാവർക്കും ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ലേ? Classroom management. Evaluation of classroom management. Controlling is an important function of a classroom management. അപ്പോൾ
നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ക്ലാസ് റൂമിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ക്ലാസ് റൂം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് റൂം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോസസ് ആണ് അതിൽ കടന്നു പോകുന്നത്, എന്തെല്ലാം ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് എന്താണെന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ 2 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ക്ലാസ് റൂം മാനേജ്മെന്റ് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് 2 പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2 ക്രൈറ്റീരിയകൾ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഒന്ന് പ്രൊഡക്റ്റ് ക്രൈറ്റീരിയയും ഒന്ന് പ്രോസസ് ക്രൈറ്റീരിയയും. ഓക്കെ, ക്ലാസ് റൂം നിയന്ത്രണത്തിന് നമുക്ക് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ് ആണ് എന്ത്, 2 ക്രൈറ്റീരിയകൾ, 2 മാനദണ്ഡങ്ങളാണ് എന്ത്, പ്രോസസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ. ഇത് രണ്ടും ടെക്നിക്സുകളാണ് കേട്ടോ. ഒരു ക്ലാസ് റൂമിന്റെ നിയന്ത്രണം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളാണ്. ഓക്കെ, ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഓക്കെ, അപ്പൊ ഇവാലുവേറ്റ് ചെയ്യാനുള്ള 2 ക്രൈറ്റീരിയയുടെ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഒന്ന് പറഞ്ഞേ നിങ്ങള്, ഏതൊക്കെയാണ്? പ്രോസസ് Product criteria, process criteria. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പ്രോസസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെക്നിക് യൂസ് ഫോർ പ്രോസസ് ക്രൈറ്റീരിയ. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഒരു ക്ലാസ് റൂം നിയന്ത്രണം എങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ക്ലാസ് റൂമിൽ നിയന്ത്രിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താണ്? ക്ലാസ് റൂം ഒബ്സർവേഷൻ ആണ്, അല്ലെ? ക്ലാസ് റൂം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു ക്ലാസ് റൂം എങ്ങനെയാണെന്ന് വിലയിരുത്താൻ സാധിക്കും, അല്ലെ? ജസ്റ്റ് ഒരു നിരീക്ഷണത്തിലൂടെ നമുക്ക് ക്ലാസ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? യെസ്, അതാണ് ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലാസ് റൂം ഒബ്സർവേഷൻ. ക്ലാസ് റൂം വിലയിരുത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ക്ലാസ് റൂമിന്റെ നിയന്ത്രണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. സെക്കൻഡ് എന്താണ്? ഇന്ററാക്ഷൻ അനാലിസിസ് ടെക്നിക്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണെങ്കിലോ? 29 തന്നെയാണ് നോക്കണേ നിങ്ങളുടെ ടെക്സ്റ്റില്. യെസ്, 29 കേട്ടോ. ഇനി ഇന്ററാക്ഷൻ അനാലിസിസ് ടെക്നിക്സ്. നമ്മുടെ ക്ലാസ് റൂമിൽ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് 2 ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്, അല്ലെ? ഏതൊക്കെ ഇന്ററാക്ഷൻ ആണ്? ഒന്ന് വെർബൽ ഇന്ററാക്ഷൻ ഉണ്ട്, നോൺ വെർബൽ ഇന്ററാക്ഷൻ ഉണ്ട്. വെർബൽ ഇന്ററാക്ഷൻ ടെക്നിക് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വെർബൽ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് വെർബൽ ബിഹേവിയർ നമ്മൾ നോക്കും, അല്ലെ? സ്റ്റുഡന്റ് വെർബൽ ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാം? ടീച്ചറും കുട്ടിയും നമ്മുടെ ഇന്ററാക്ഷൻസ് ആണ് അവിടെ നോക്കുന്നത് പ്രധാനമായിട്ട്. ഓക്കെ, യെസ്. പിന്നെ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ടോ? നോൺ വെർബൽ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആളോട് മിണ്ടുന്നുണ്ടോ? ഈ കുട്ടികളെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടോ? അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും എന്താണ് ഉപയോഗിക്കുന്നത്? ബോഡി ലാംഗ്വേജസ് ആണ് നോൺ വെർബൽ ഇന്ററാക്ഷൻസിൽ ഉപയോഗിക്കുന്നത്, അല്ലെ? ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ടീച്ചർ അവിടെ ആ ഒരു അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? നോൺ വെർബൽ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളോട് എങ്ങനെയായിരിക്കും ടീച്ചർ ബിഹേവ് ചെയ്യുന്നത്? മൂവ്മെന്റ് ഓഫ് ഹാൻഡ്സ് പറയാം, അല്ലെ? ചിലപ്പോൾ ഇതുപോലെ മിണ്ടാതിരിക്കാൻ പറയും, അല്ലെ? മിണ്ടാതിരിക്കാൻ പറയും. അത് ടീച്ചറോട് സംസാരിക്കുന്നില്ല, അല്ലെ? നോൺ വെർബൽ ഇന്ററാക്ഷൻസ് മാത്രം. പക്ഷെ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? ടീച്ചർ ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണ് ടീച്ചർ? മിണ്ടാതിരിക്കാനാണ്. ഇങ്ങനെ കാണിക്കുന്നത് എന്താണ്? നല്ലടി തരുന്നതാണ്, അല്ലെ? കുട്ടികൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഓൾറെഡി അവർക്കത് മനസ്സിലാവും, അല്ലെ? അത് ഒരു തരം ക്ലാസ് റൂം നിയന്ത്രണമാണ്. പിന്നെ എന്താണ്? ചില ബോഡി ലാംഗ്വേജ് ടീച്ചേഴ്സ് ജസ്റ്റ് അനങ്ങാതെ ഇങ്ങനെ നോക്കും. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? ഒന്നില്ല, ഒരു കുട്ടി അവിടെ എഴുന്നേറ്റ് വർത്താനം പറയുമ്പോഴോ അല്ലെങ്കിൽ ഓടുക ചാടി എന്തെങ്കിലും ഒക്കെ ചെയ്തോണ്ടിരിക്കും, അവനെ മാത്രം നോക്കി ടീച്ചർ ഇങ്ങനെ അനങ്ങാതെ എത്തും, അല്ലെ? അനങ്ങാതെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ടീച്ചറിന്റെ അടുത്തതായിട്ട് നമുക്കൊരു തല്ല് കിട്ടും എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്, അല്ലെ? അല്ലേ? അതെ, യെസ്. അതാണ് ബോഡി ലാംഗ്വേജ്. പിന്നെ ചില നോട്ടങ്ങളുണ്ട്, ടീച്ചേഴ്സിന്റെ ചില ജസ്റ്റേഴ്സ്, ചില പോസ്റ്ററുകൾ മാറും. ബോഡി ലാംഗ്വേജിലെ ചില മൂവ്മെന്റ്സിൽ വേറെ വീണ്ടുന്ന വ്യത്യാസങ്ങൾ ചില കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെ? കണ്ണുകൊണ്ടും കൈ കൊണ്ടും വായ കൊണ്ടും നടത്തം കൊണ്ടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ നടന്നൊന്ന് വന്നു വരും, അല്ലെ? പെട്ടെന്ന് ഇരിക്കുന്നിടത്തുനിന്ന് ചെയറിന് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേക്കുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ടില്ലേ നിങ്ങള്? പെട്ടെന്ന് എഴുന്നേക്കുന്നത് ടീച്ചർ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവിടെ എന്തോ കണ്ടു, അപ്പൊ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. പക്ഷെ ആളൊന്നും പറയൂല. ആ എഴുന്നേറ്റിൽ തന്നെ എന്താണ് കുട്ടികൾ അവിടെ എത്തി അടങ്ങിയത്, അല്ലെ? ഇതെല്ലാം നോൺ വെർബൽ ഇന്ററാക്ഷൻ ടെക്നിക്സ് ആണ്. യെസ്, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കും, ബോഡി മൂവ്മെന്റ്സ് കാണിക്കും, പോസ്റ്റർ, ജസ്റ്റർ, ഇതിലെല്ലാ മൂവ്മെന്റ്സിലും വ്യത്യാസം കൊണ്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നതാണ് എന്ത്?
നോൺ വെർബൽ ഇന്ററാക്ഷൻ എന്ന് പറയാം. അതൊരു തരം ക്ലാസ് റൂം നിയന്ത്രണമാണ് അല്ലെ. നമ്മൾ ടീച്ചേഴ്സ് മിണ്ടാതെ തന്നെ എന്താണ് ബോഡി ലാംഗ്വേജും മൂവ്മെന്റ്സും കൊണ്ട് ക്ലാസ്സിനെ നിയന്ത്രിക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്സർവേഷൻ രീതി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓഫ് കണ്ടന്റ് അനാലിസിസ് ആണ്. ഒബ്സർവേഷൻ ഓഫ് കണ്ടന്റ് അത് സിസ്റ്റമാറ്റിക് റിസർച്ച് മെത്തേഡ് ആണ് എന്താ ഒബ്സർവേഷൻ ഓഫ് കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് കണ്ടന്റിനെ ടീച്ചർ അനലൈസ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഒരിക്കലും ഒരു പാഠഭാഗത്തിന് എന്താണ് ഒരു പാഠഭാഗം പഠിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ആ കണ്ടന്റ്സ് അനലൈസ് ചെയ്തതിന് വിശദമായിട്ടുള്ള വിശദീകരണങ്ങൾ കൊണ്ട് ആ ക്ലാസ് റൂമിൽ ടീച്ചർ അവിടെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. കാരണം അവിടെ വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അവിടെ എന്താണ് ഓൺലി കണ്ടന്റ് അനാലിസിസ് മാത്രം. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് ടീച്ചിങ് സ്കിൽ ആൻഡ് പ്രൊഫഷൻസി. ടീച്ചിങ് സ്കിൽ ആൻഡ് പ്രൊഫഷൻസി അതായത് ടീച്ചറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്കിൽ അവിടെ ഉപയോഗിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പല ടീച്ചേഴ്സിന് പല ടീച്ചേഴ്സ് സ്കില്ലാണുള്ളത് അല്ലെ. എല്ലാ ടീച്ചേഴ്സിനും ഒരേ സ്കില്ലായിരിക്കും ഉണ്ടാവുന്നത്? ഒരു സ്കില്ലായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുന്നത്? ആയിരിക്കോ? ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾക്ക് എന്തായിരിക്കും? ചിലപ്പോൾ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും നിങ്ങളുടെ ഏറ്റവും നല്ല സ്കിൽ. അല്ലെങ്കിൽ അവരെ ശകാരിക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ എന്താണെങ്കിലും കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാനായിരിക്കും. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ എപ്പം നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന നിങ്ങളുടെ സ്കില്ല് ഏതാണോ അത് നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കപ്പെടുത്താം. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്ലാസ് റൂമിനെ നിയന്ത്രിക്കാൻ പറ്റും അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്കില്ല് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങൾ തന്നെ കോൺഫിഡന്റ് ആയിട്ട് സ്വീകരിച്ചതിന് ശേഷം എന്താണ് അതിനനുസരിച്ച് ആ സ്കില്ല് ഉപയോഗിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ ഫോർ ക്ലാസ് റൂം ടീച്ചിങ്. ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ ഫോർ ക്ലാസ് റൂം ടീച്ചിങ്. എന്താണ് ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ ഫോർ ക്ലാസ് റൂം ടീച്ചിങ്. ഒരു ക്ലാസ് റൂം നിയന്ത്രണത്തിന്റെ A to Z ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുക്കുന്ന എന്തിനാണ്? ഒരു ക്ലാസ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന എന്തിനാണ് പിള്ളേരെ? എൻഗേജ് ചെയ്യിപ്പിക്കാൻ അല്ലെ, അല്ലെങ്കിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്നത്. പഠനത്തിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ആ ക്ലാസ് റൂമിനെ ഏറ്റവും സെറ്റ് കൺട്രോൾ ചെയ്യാണ് അവിടെ ടീച്ചർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മള് പ്രോസസ് ക്രൈറ്റീരിയ, അതായത് ഒരു ക്ലാസ് റൂമിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രോസസ് മാനദണ്ഡങ്ങളാണ് ഈ പറഞ്ഞ ഒബ്സർവേഷൻ, ഇന്ററാക്ഷൻ ടെക്നിക്സ്. ഇന്ററാക്ഷൻ ടെക്നിക്സിന് 2 ടെക്നിക്ക് വരും. ഏതൊക്കെ വരുന്നുണ്ട്? വെർബൽ ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്, നോൺ വെർബൽ ഇന്ററാക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ കണ്ടന്റ് ഒബ്സർവേഷൻ അനാലിസിസ് ചെയ്യുന്നുണ്ട്, ടീച്ചർ സ്കില്ല് ഉപയോഗിച്ചിട്ടുണ്ട്, ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് ടീച്ചേഴ്സ് ക്ലാസ് റൂം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം ക്ലാസ് റൂമിന് എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നു എന്നുള്ള പ്രോസസ്സുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? ആർക്കൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ പ്രോസസ്സില്? ഇല്ല. ഇനി പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ അടുത്ത പ്രോസസ്സാണ്. അടുത്തത് എന്താണ്? ഒരു ക്ലാസ് റൂം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡ് ആണെന്ത്? പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഏതാണ്? പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ. ഓക്കെ, നമ്മുടെ അപ്പൊ ഈ പ്രോസസ്സിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഇനി വിലയിരുത്തലുകളാണ് അല്ലെ, ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് ഇനി നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ റിസൾട്ട് ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെ, റിസൾട്ട് ആണോ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് ക്രൈറ്റീരിയയിൽ എന്തൊക്കെയാണ് വരുന്നത്? ലേണിംഗ് ഔട്ട്കം ഓർ അച്ചീവ്മെന്റ് ഓഫ് ദി സ്റ്റുഡൻസ്. കുട്ടികളുടെ എന്താണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്? ലേണിംഗ് ഔട്ട്കംസ് അല്ലെ. ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് റിസൾട്ട് തന്നിട്ടുണ്ടായിരിക്കും. ആ കുട്ടികൾക്ക് അത് എത്രത്തോളം അവർ എത്രത്തോളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികൾ എന്ത് ചെയ്യും? അതിന്റെ റിസൾട്ട് തരും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു എക്സാമിനേഷൻ ആയിരിക്കാം കണ്ടക്ട് ചെയ്യുന്നത്, ഒരു ടെസ്റ്റുകളായിരിക്കാം കണ്ടക്ട് ചെയ്യുന്നത്. അതുവഴി എന്താണ് ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ കുട്ടി ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ പാഠഭാഗം എത്രത്തോളം ആപ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കുട്ടികളുടെ പെർഫോമൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ അവിടെ മെഷർ ചെയ്യേണ്ടതുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡന്റ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റുഡന്റ്, കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, അവരുടെ മനോഭാവം എത്രത്തോളം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളോ
ഏത് ആക്ടിവിറ്റി ആണ്, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളിൽ രൂപപ്പെടുന്ന മറ്റൊരു കാര്യം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വമേധയ ഒരു മനോഭാവം രൂപപ്പെടും അല്ലെ. അപ്പൊ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ അവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു ഭാഗത്തെ എത്രത്തോളം എങ്ങനെ മനസ്സിലാക്കിയിരുന്നത് അവരോട് നമുക്ക് ചോദിച്ചറിയാം അല്ലെ. അവരോട് നേരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് കുട്ടി അതെന്തിനെ കുറിച്ച് മനസ്സിലാക്കി എന്നുള്ള, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ അവർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും. കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ മെഷർമെന്റ് ആണ് കുട്ടികളെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ് എന്തിലെടുക്കുന്നത്, പ്രൊഡക്റ്റ് ക്രൈറ്റീരിയയിൽ നടക്കുന്നത്. ഇനി ഒപ്പീനിയൻ ഓഫ് ദ ലേണേഴ്സ് എന്താണ്, നമ്മൾ കുട്ടികളുടെ അഭിപ്രായം എടുക്കുന്നത് അത്യാവശ്യമാണോ? കുട്ടികളുടെ അഭിപ്രായം നോക്കേണ്ടത് കാര്യമുണ്ടോ? ഒപ്പീനിയൻസ് നോക്കണോ കുട്ടികളുടെ ലേണേഴ്സിന്റെ? ഒപ്പീനിയൻസ് സ്വീകരിക്കണം അല്ലെ. ഒപ്പീനിയൻസ് ഓഫ് ദ ലേണർ അതും ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരു ടോപ്പിക് ആ ഒരു സമയത്താണ് കുട്ടികൾ സംശയങ്ങൾ വരെ. ഈ ഒപ്പീനിയന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ ടീച്ചറെ അത് ഇങ്ങനെ ആയിരിക്കില്ലേ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറില്ലേ. അത് അവരുടെ ഒപ്പീനിയൻ ആണ് അല്ലെ. അവർ ആ ഒരു കാര്യത്തെ എത്രത്തോളം ഇന്നത്തായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടി അത് അങ്ങനെ ആയിരുന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കുന്നത്. ആ ഒരു സംശയം അവർ ഉടലെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒപ്പീനിയൻസ് അവർ പറയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. കുട്ടി പറയുന്ന ഒപ്പീനിയൻസ് നമ്മൾ സ്വീകരിക്കാൻ, അതിന് ബാക്കിയുള്ള അതിനെ എന്താണ് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അത് കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പൊ കുട്ടികളുടെ ഒപ്പീനിയൻസിന് നമ്മൾ എപ്പോഴും ബഹുമാനിക്കേണ്ടതുണ്ട്, ഒപ്പീനിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. Then teacher affinity with his students. നെക്സ്റ്റ് എന്താണ്, ടീച്ചർ അഫിനിറ്റി വിത്ത് ഹിസ് സ്റ്റുഡൻസ്. അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ഉടലെടുക്കും അല്ലെ. ഇത്രയും പ്രോസസ്സുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്, അധ്യാപകനും വിദ്യാർത്ഥികളോടുള്ള അടുപ്പം അല്ലെ, ആ ഒരു ഇൻഫിനിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴും അല്ലെ. ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ എങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റി എങ്ങനെയുള്ള അടുപ്പമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെ. അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇന്റിമസി എപ്പോഴും, ആ ഒരു അടുപ്പം എപ്പോഴും ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നമുക്ക് നിർത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ഒരു ക്ലാസ് റൂമിനകത്തുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വളർന്നു വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് ഇവാലുവേഷൻ ക്ലാസ് റൂം മാനേജ്മെന്റ്. അതായത് ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമ്മൾ നിയന്ത്രണം അത്യാവശ്യമാണ്. ആ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. 2 ടെക്നിക്ക് എന്ന് പറയുന്നത് ഒന്ന് പ്രോസസ് ക്രൈറ്റീരിയയും ഒന്ന് പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ. പ്രോസസ്സിലാണ് ഒബ്സർവേഷൻ തുടങ്ങി ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ വരെ ഉൾപ്പെടുന്നത്. പ്രൊഡക്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളുടെ പഠിപ്പിച്ച കാര്യങ്ങളുടെ മെഷർമെന്റ്സ് എടുക്കുകയാണ് നമ്മൾ അല്ലെ. അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കും, ഒപ്പീനിയൻസ് നോക്കും, അവരുടെ അച്ചീവ്മെന്റ്സ് നോക്കും. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്, ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ്, ആ ഒരു ബന്ധം വരെ നമ്മൾ അവിടെ മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോ ഈ 1ഉം 2ലും കിടക്കുന്ന എല്ലാ പോയിന്റ്സും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. എക്സാമിന് എന്തായിട്ടൊന്ന് ചോദിക്കും. പ്രോസസ് ക്രൈറ്റീരിയ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, പ്രൊഡക്റ്റിൽ ഏതൊക്കെയാണെന്ന് മാത്രം അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? യെസ്. ആ ഭാഗം എടുക്കുക കേട്ടോ. ടീച്ചർ ഇതും കൂടി കഴിഞ്ഞിട്ട് അത് എടുത്തോളൂ. ഇനി നമ്മൾ പഠിക്കുന്നത് ടീച്ചേഴ്സ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ടീച്ചേഴ്സ് ബിഹേവിയർ 17, 16, 15 എല്ലാവരും കേൾക്കുന്നില്ലേ? യെസ്. നമുക്കറിയാം ഒരു ക്ലാസ് റൂം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു അധ്യാപകന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ആ ക്ലാസ് എങ്ങനെ പോകണമെന്നും ആ ക്ലാസ് എങ്ങനെ ആയിരിക്കണമെന്നും നമ്മളെങ്ങനെയാണോ അതനുസരിച്ചിട്ട് നമ്മുടെ ക്ലാസ് പോകുന്നത് അല്ലെ. ശരിയാണ്. ഓക്കെ. ക്ലാസ് റൂം സിറ്റുവേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്ന അധ്യാപകന്റെ ബിഹേവിയർ ആണ്. നമ്മളൊരു മോശം ബിഹേവിയർ ആണ് ക്ലാസ് റൂമിൽ കാണിക്കുന്നെങ്കിൽ എന്താണ്, നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കും? ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലെ. അതേ ബിഹേവിയർ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. ഇല്ല. അധ്യാപകന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് പഠനത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അധ്യാപകന്റെ പഠനത്തെ കുറിച്ചിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 1950s എല്ലാവരും കേൾക്കുന്നുണ്ടോ? 1950s നെറ്റ് ഫ്ലാൻഡേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തി, നെറ്റ് ഫ്ലാൻഡേഴ്സ് അദ്ദേഹമാണ് നെറ്റ് എ ഫ്ലാൻഡേഴ്സ്. വേണമെങ്കിൽ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഫ്ലാൻഡേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. നെറ്റ് NED നെഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നെറ്റ് N ഫ്ലാൻഡേഴ്സ് അദ്ദേഹമാണ് ഇന്ററാക്ഷൻ അനാലിസിസ് എന്ന ടെക്നിക്സിനെ കുറിച്ച്
പഠന വിധേയം നടത്തിയത് അല്ലെങ്കിൽ റിസർച്ചസ് നടത്തിയത്. അതായത് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം കുട്ടികളോട് ബിഹേവിയർ ചെയ്യേണ്ടത്, എന്തെല്ലാം പ്രോസസ്സിലൂടെ ആയിരിക്കണം ടീച്ചറിന്റെ ബിഹേവിയർ കാണിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഇന്ററാക്ഷൻ മെയിൻ ആയിട്ടാണ് നോക്കുന്നത്. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും എന്ന വിലയിരുത്തൽ പഠനമാണ് അദ്ദേഹം കൂടുതലുമായിട്ട് നടത്തിയത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്കറിയാം അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ പല പല ബുദ്ധിമുട്ടുകൾ അധ്യാപകർ നേരിടുന്നുണ്ട് അല്ലെ. ഇനി ചില അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെ പല പല നമുക്ക് ബിഹേവിയറലായിട്ട് നമ്മൾ എന്തെങ്കിലും കാണിക്കുന്നതിന്റെ കാര്യം നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ക്ലാസ് റൂമിൽ അധ്യാപകർ അത് കാണിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരിക്കലും എന്താണ് അങ്ങനെ കാണിക്കാൻ പാടില്ലെന്നുള്ളതാണ് അല്ലെ. നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നമ്മളത് എന്ത് ചെയ്യരുത്, ക്ലാസ് റൂമിലെ കുട്ടികളോട് നമ്മളത് കാണിക്കാൻ പാടില്ല. കാണിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ പിള്ളേരെ? യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അധ്യാപകരുടെ ഒരു ബിഹേവിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി പോലെ, ഒരു റിസർച്ച് പോലെയാണ് അദ്ദേഹം ആദ്യം ഇത് കണ്ടക്ട് ചെയ്തത്. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലണ്ടേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാത്ത ടെക്സ്റ്റിലാണ് ഫ്ലണ്ടേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്. ഫ്ലണ്ടേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒബ്സർവേഷൻ ടൂൾ ആണ് പിള്ളേരെ. അതായത് നമ്മൾ ടീച്ചേഴ്സ് ഇന്ററാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒബ്സർവേഷൻ ടൂൾ ആണ്. ഓക്കെ, അതായത് ക്ലാസ് റൂമിൽ അധ്യാപകനും വിദ്യാർത്ഥിയിലുള്ള വാക്കാലുള്ള സംഭാഷണങ്ങൾ ഏകദേശം അദ്ദേഹം ഒരു 10 രീതിയിലാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇന്ററാക്ഷൻസ് അദ്ദേഹം ആരാണ്, എന്റെ പ്ലാന്റേഴ്സ് 10 രീതിയിലാണ് 10 കാറ്റഗറീസിലാണ് അദ്ദേഹം ടീച്ചേഴ്സിന്റെ ഒരു ഇന്ററാക്ഷൻസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ടീച്ചർ ഇന്ററാക്ഷൻ പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ഈ ഫ്ലണ്ടേഴ്സ് സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ, അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഉപയോഗിക്കേണ്ട 10 കാറ്റഗറീസ് ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് ക്ലാസ് റൂം ഏറ്റവും നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നതിനും കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 10 കാറ്റഗറീസിൽ ചെയ്തിട്ട് അദ്ദേഹം ഈ സംഭാഷണങ്ങൾ ഇങ്ങനെ വിലയിരുത്തിയിരിക്കുന്നത്. ഇതെന്തൊക്കെയാണോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അക്സെപ്റ്റ് ഫീലിംഗ്. അങ്ങനെയാണ് ടെക്സ്റ്റ് കിടക്കുന്നത്. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഇമോഷൻ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ വികാരങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം അല്ലെ. വികാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. നമ്പർ 1 എന്താണ്? അക്സെപ്റ്റ് ഫീലിംഗ്സ്. ഓക്കെ, വികാരങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വികാരങ്ങളെ അംഗീകരിക്കുക, കുട്ടിയുടെ വികാരങ്ങളെ അംഗീകരിക്കുക. രണ്ടാമത് എന്താണ്? പ്രൈസ് ഓർ എൻകറേജ് ആക്സെപ്റ്റ്സ് ഓർ യൂസ് ഐഡിയാസ് ഓഫ് സ്റ്റുഡൻസ്. പ്രൈസസ് ഓർ എൻകറേജ് ആക്സെപ്റ്റ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് സ്റ്റുഡൻസ്. ഇതൊന്ന് പറയാമോ? കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യുക അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാതെ എന്ത് ചെയ്തിരിക്കണം, അവരെ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അല്ലെ. അവരെ എൻകറേജ് ചെയ്യുക, അവർ പറയുന്ന അവരുടെ ഐഡിയാസിന് യൂസ് ചെയ്യാതെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇന്ററാക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? റേഞ്ച് ഉള്ളോടത്തിരിക്കണേ, റേഞ്ച് ഉള്ളോടത്തിരിക്കണേ. ഫീലിങ്സ് ആണോ ഫെല്ലിങ്സ് ആണോ? ഫീലിങ്സ് അതില് തെറ്റാണ് കേട്ടോ. അക്സെപ്റ്റ് ഫീലിങ്സ് എന്നാണ് കേട്ടോ. അക്സെപ്റ്റ് ഫീലിങ്സ് ആക്കണേ. ഓക്കെ, ഇനി സെക്കൻഡ് എന്താണ്? കുട്ടികളുടെ വികാരങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സെക്കൻഡ് പറയുന്നത്, കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യുക, അവരുടെ പ്രോത്സാഹിപ്പിക്കുക, അവർ പറയുന്ന ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യുക. Then ask questions. എന്താണ് ആസ്ക് ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്? ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെ. ചോദ്യങ്ങൾ ചോദിക്കുക. ഇത് രണ്ടുപേരും തമ്മിൽ നടക്കുന്നുണ്ട് അല്ലെ. ടീച്ചറും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ തിരിച്ച് കുട്ടികളും ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ലെ. രണ്ട് ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അധ്യാപകർക്കുള്ള സംശയം അധ്യാപകരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് കുട്ടികളുടേതായിട്ടുള്ള ചോദ്യങ്ങൾ അധ്യാപികളോട് ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് നടക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് നടക്കുന്നത്. ക്വസ്റ്റ്യൻസുകൾ പറയുന്ന സമയത്താണ് അവർ തമ്മിൽ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, ലെക്ചേഴ്സ് എന്താണ്?
ടീച്ചർ ക്ലാസ് എടുത്ത് വിശദീകരിക്കുന്നത് അല്ലെ, ടീച്ചർ ക്ലാസ് എടുത്ത് വിശദീകരിക്കുക അല്ലെ, ലെക്ചർ നടത്താന്ന് പറയുന്നത് എന്താണ്, അവിടെയും ഇന്ററാക്ഷൻ അല്ലേ നടക്കുന്നത്. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് കുട്ടി അവിടെയും വേറെ സംശയങ്ങൾ ചോദിക്കുന്നു, അവരവരുടെ പോയിന്റ്സ് എന്ന് പറയുന്നു, അതിനനുസരിച്ച് എന്താണ് അവിടെ ആ ഒരു ഇന്ററാക്ഷൻസ് അവിടെയും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലാസ് വിശകലനത്തിലൂടെയും ക്ലാസ് എടുക്കുന്നതിലൂടെയും അവിടെ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ഇന്ററാക്ഷൻസ് അവിടെ നടക്കുന്നു. പക്ഷെ ലെക്ചേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത് ആരാണ്? ലെക്ചർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്ന ആരായിരിക്കും? ആരാണ്? ടീച്ചേഴ്സ് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് അടുത്തത് എത്ര നമ്പറായി? 10 നമുക്ക് പഠിക്കാനുള്ളത്. പ്ലാന്റർ സിസ്റ്റത്തിലെ 10 ആക്സെപ്റ്റ് ഫീലിംഗ്, പ്രൈസ്, എൻകറേജ്, ആസ്ക് ക്വസ്റ്റ്യൻ, ലെക്ചേഴ്സ്. 4 കാറ്റഗറി പഠിച്ചു. 5ാമത്തെ എന്താണ്? ഗിവ് ഡയറക്ഷൻസ്. എന്താണ് ഗിവ് ഡയറക്ഷൻസ്? ഗിവ് ഡയറക്ഷൻസ്. ഡയറക്ഷൻസ് ആരാ കൊടുക്കുന്നേ? ടീച്ചർ കൊടുക്കുന്ന ഡയറക്ഷനും ഇന്ററാക്ഷൻ ആണ് പിള്ളേരെ. അവിടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ്, ടീച്ചർ അവിടെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 5ാമത്തെ രീതി എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ടീച്ചേഴ്സ് കുട്ടികളുമായിട്ടുള്ള ഒരു സംഭാഷണമാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി 6ാമത്തെ എന്താണ്? ക്രിട്ടിസൈസ് ഓർ ജസ്റ്റിഫൈ അതോറിറ്റി ആൻഡ് കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ് ടോപ്പ് ആർ. ക്രിട്ടിസൈസ് ഓർ ജസ്റ്റിഫൈ അതോറിറ്റി എന്താ പറയുന്നത്? ക്രിട്ടിസൈസ് ഓർ ജസ്റ്റിഫൈ അതോറിറ്റി ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? സ്റ്റുഡൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെ. ആരാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അധ്യാപികയാണ് അല്ലെ. ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുമ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴൊക്കെ അവിടെ എന്താണ് നടക്കുന്നത്? ടീച്ചറുടെ ടോക്കാണ് അവിടെ നടക്കുന്നത് അല്ലെ. ടീച്ചർ കുട്ടികളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിലയിരുത്തലല്ല വിമർശിക്കുകയാണ്, അല്ലെങ്കിൽ കുട്ടികളെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ എന്ത് തന്നെയാണ്? അതും ഇന്ററാക്ഷൻ സ്റ്റൈൽസ് ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് അവിടെ നടക്കുന്നത്, അധ്യാപികയും കുട്ടിയും തമ്മിൽ. ഓക്കെ, അപ്പൊ ടീച്ചറുടെ എല്ലാ വിമർശനങ്ങളും കുട്ടികൾ കേട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ടീച്ചർ പറയുന്ന എല്ലാ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുട്ടികൾ ഇങ്ങനെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുമോ? ചില സമയങ്ങളിൽ അവർ ഒപ്പീനിയൻ പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ പറയുന്ന ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. അവിടെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എത്രാമത്തെ ആയത്? 1, 2, 3, 4, 5, 6 അല്ലെ. 6 ടോക്കായിട്ട് 6ാമത്തെ ഇന്ററാക്ഷൻ ടെക്നിക്കായി. 7ാമത്തെ എന്താണ്? സ്റ്റുഡന്റ് റെസ്പോൺസ്, വിദ്യാർത്ഥികളുടെ മറുപടികൾ അല്ലെ. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് അല്ലെ. കുട്ടികൾക്ക് മാത്രം ഒപ്പീനിയൻസ് പറയാനുള്ള, അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുക്കാറുണ്ട്. ആക്ടിവിറ്റീസോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടാണ് കുട്ടികൾക്ക് മാത്രം റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ഷൻ നടത്തുന്നത് കുട്ടികൾ അധ്യാപികയോടാണ് അല്ലെ. കുട്ടികളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. സ്റ്റുഡന്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്? കുട്ടികളാണ് അല്ലെ. ഇനി സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ, അടുത്ത എന്താണ്? 7ാമത്തല്ലേ? ടീച്ചർ. 8ാമത്തത് സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ. എന്താണ് സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്? കുട്ടികളുടെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഒരു പുതിയൊരു അഭിപ്രായം അങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്ത് പറയും അല്ലെ. അതായത് ചില കുട്ടികൾ മുന്നോട്ട് വന്ന് സംസാരിക്കുന്നതാണല്ലേ നിങ്ങൾ നമ്മുടെ ക്ലാസ്സിനുള്ളില്. ഇത്രയും പേരോട് ചോദിക്കുന്ന സമയത്ത് ആരും ഇണ്ടാതിരിക്കും. പക്ഷെ ചില കുട്ടികൾ എന്താണ് മുന്നിലേക്ക് വരും, അവർ ഇനീഷ്യേറ്റ് ചെയ്ത് അവർ തന്നെ അവർ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് വരും. അതും ഒരു ഇന്ററാക്ഷൻ സ്റ്റൈലാണ്. അപ്പോൾ ആദ്യം ടീച്ചർ ആ കുട്ടിയെ ആദ്യം സംസാരിക്കുന്നത് തന്നെ ചിലപ്പോൾ അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന സമയത്ത്, പരിചയപ്പെട്ട് വരുന്ന സമയത്തൊക്കെ ചില കുട്ടികൾ മുന്നോട്ട് വരും, ടീച്ചറെ ഞാനത് ചെയ്യാം, ടീച്ചറെ ഞാനിത് ചെയ്യാൻ. ടീച്ചർ ആ കുട്ടിയോട് അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെ. അതും ഒരു ടൈപ്പ് ഓഫ് ഈ ബ്ലണ്ടർ സിസ്റ്റത്തിലെ ഒരു ഇന്ററാക്ഷൻ സ്റ്റൈലാണ് സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. കുട്ടി തന്നെ മുന്നോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്നതും ഒരു ഇന്ററാക്ഷൻ ടെക്നിക്കാണ്. ദെൻ പീരീഡ് ഓഫ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ. പീരീഡ് ഓഫ് സൈലൻസ് ഓഫ് കൺഫ്യൂഷൻ. എന്താണ് പീരീഡ് ഓഫ് സൈലൻസ് ഓഫ് കൺഫ്യൂഷൻ? മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കും. മനസ്സിലായാലും ഉണ്ടായിരിക്കണോ? ആശയവിനിമയം ഇല്ലാത്ത നിശബ്ദത. എങ്ങനെയാണ് നമ്മുടെ ക്ലാസ് എപ്പോഴും നിശബ്ദമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? ചോദ്യങ്ങൾ ചോദിക്കും. അത് ശരിയാണല്ലേ. ചോദ്യം ചോദിച്ചാൽ പിന്നെ അവിടെ മിണ്ടൂല, അതാണോ?
ശരിയാണ്, അത് ഒരു തരത്തിൽ ശരിയാണ്. ടീച്ചർ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കാതെ അത് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആരും മിണ്ടൂല, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റില്ല എന്നുള്ള പോലും മിണ്ടൂല അല്ലെ. ഇവിടെ എന്താണ് നിങ്ങൾ കൺഫ്യൂഷൻ ആണ് അല്ലെ, അതെന്താണ് നിങ്ങളോട് ആലോചിക്കുകയാണ്, ചോദ്യം ചോദിച്ചപ്പോൾ എന്താണെന്ന് ആലോചിക്കുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം മൊത്തത്തിൽ ടീച്ചർ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമോ ചോദിച്ചു കേട്ടോ. ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവിടെ നിന്ന് ഒരു റെസ്പോൺസും ഇല്ല അല്ലെ. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്? പീരീഡ് ഓഫ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ അല്ലെ. ഒന്നിൽ നിങ്ങൾക്ക് അത് അറിയില്ല, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ആ ചോദ്യം ചോദിച്ചതിന് ശേഷം കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കും, അതും ഒരു ഇന്ററാക്ഷൻ സ്റ്റൈലാണ്. അവിടെ ടീച്ചർ ഒബ്സർവ് ചെയ്യണം, മിണ്ടാതിരിക്കുകയല്ല, ടീച്ചർ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് തരും അല്ലെ. കുറച്ച് സമയം തന്നതിന് ശേഷം എന്താണ് ആ സൈലൻസ് മാറൂലേ, പിന്നെ പീരീഡ് ഓഫ് സൈലൻസ് മാറോ? അങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നേ, മാറും അല്ലെ. പിന്നെ ടീച്ചർ അതിന് ഉത്തരം പറയും, നിവൃത്തി ചെയ്തുകൊണ്ട് ടീച്ചർ എന്താ പറയും, ഞാൻ തന്നെ ഉത്തരം പറയാന്ന് പറഞ്ഞ് പറയും. ഓക്കെ, അതും ഒരു ഇന്ററാക്ഷൻ ടെക്നിക്കാണ് കേട്ടോ. പിന്നെ പെട്ടെന്നായി 9 ആയിട്ടുള്ളൂ. പത്താമത്തെ എവിടെ? പത്താമത്തത് എവിടെ? സ്റ്റുഡന്റ് റെസ്പോൺസ് പറഞ്ഞു. സ്റ്റുഡന്റ് റെസ്പോൺസ്, വെർബൽ ബിഹേവിയർ. വെർബൽ ബിഹേവിയർ ആണോ? ഉറപ്പാണോ? ഒമ്പതന്നെ ഉള്ളൂ 9 ഉള്ളൂ അല്ലെ. 10 വേണ്ടേ? സ്റ്റുഡന്റ് ഐഡിയാസ് എഴുതട്ടോ, സ്റ്റുഡന്റ് ഐഡിയാസ് ചേർക്കാട്ടോ. 10ാമത്തെ പോയിന്റ് ആയിട്ട് സ്റ്റുഡന്റ് ഐഡിയാസ് ചേർക്കാം. നമ്മള് എല്ലാം ടീച്ചർ പറയുന്ന പോലെ തന്നെയാണോ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാറ്? ആരുടെയും കൂടി നമ്മൾ നോക്കാറുണ്ട് എന്തെല്ലാം കാര്യങ്ങള്? കുട്ടികളുടെ ഐഡിയാസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ടോ? യെസ്, സ്റ്റുഡൻസിന്റെ ഐഡിയാസ് ഒക്കെ ചോദിക്കുകയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കുട്ടികളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലുള്ള ഐഡിയാസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പല സന്ദർഭങ്ങളുണ്ട് അല്ലെ, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ. യെസ്, അപ്പൊ അവരിൽ നിന്ന് വരുന്ന ന്യൂ ഐഡിയാസിനെ സ്വീകരിക്കാൻ പറ്റുന്നത് അവര് തമ്മിൽ ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ടീച്ചർ പറയും അതെന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അപ്പൊ അവർ അതിനെ കുറിച്ച് വിലയിരുത്തും അല്ലെ. കുട്ടികൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ പുതിയതായിട്ടൊരു കാര്യത്തെ കുറിച്ച് ചിലപ്പോൾ ടീച്ചർ അന്ന് കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും കുറച്ചും കൂടി ഗ്രാസ്പിംഗ് പവർ കൂടിയ ആൾക്കാരാണ്. അവർ കുറച്ചും കൂടി വേറെ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ഐഡിയാസിനെ ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. എന്ത് ചെയ്യണം? റിഗ്രറ്റ് അല്ല, നമ്മൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്, അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ന്യൂ ഐഡിയാസ് പറയുമ്പോൾ സ്റ്റുഡൻസ് ന്യൂ ഐഡിയാസ് അങ്ങനെ തന്നെ കൊടുക്കണം കേട്ടോ. സ്റ്റുഡൻസ് ന്യൂ ഐഡിയാസ്, സ്റ്റുഡൻസ് ന്യൂ ഐഡിയാസ് അത് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം അല്ലെ. അവർ ഐഡിയാസ് പറയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പൊ ഇതാണ് FIX അഥവാ ഫ്ലാൻഡേഴ്സിന്റെ ഇന്ററാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫിയാക്സ് എന്ന് പറയും നമ്മൾ ഇതിനെ, FIACS. ഫിയാക്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫോം എന്താണ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണ്? ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് തന്നെയാണ് കേട്ടോ FIACS എന്ന് പറയുന്നത്, ഷോർട്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലാൻഡേഴ്സ് ഈ ഇന്ററാക്ഷൻ സിസ്റ്റത്തിൽ 10 രീതിയിൽ ടീച്ചേഴ്സിന്റെ സംഭാഷണങ്ങൾ, ടീച്ചേഴ്സിന്റെ കുട്ടികളും തമ്മിൽ ഇന്ററാക്ഷൻസ് 10 രീതിയിലാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ 10 കാറ്റഗറീസ് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ്? ആക്സെപ്റ്റ് ഫീലിംഗ്സ്, റൈസ് ഓർ എൻകറേജ്, ആസ്ക് ക്വസ്റ്റ്യൻ, ലെക്ചേഴ്സ്, ഗിവ് ഡയറക്ഷൻസ്, ക്രിട്ടിസൈസ്, സ്റ്റുഡന്റ് റെസ്പോൺസ്, സ്റ്റുഡന്റ് ഇനീഷിയേഷൻ, പീരീഡ് ഓഫ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ ആൻഡ് സ്റ്റുഡൻസ് ന്യൂ ഐഡിയാസ്. ഓക്കെ, ക്ലിയർ ആണോ വളരെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. യെസ്, ഇത് അധ്യാപകയും വിദ്യാർത്ഥിയും നമ്മുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ നമ്മൾ പഠിച്ചത്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഇതേപോലെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഒരു ക്ലാസ് റൂം ആയിരിക്കണം നിങ്ങളും ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. മനസ്സിലായ പിള്ളേരെ? യെസ്, ടീച്ചറിന്റെ ടോക്കിനും സ്റ്റുഡൻസിന്റെ ടോക്കിനും രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ രീതിയാണ് എന്ത് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. 1950s ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. 1950s അത് ഓർത്തിരുന്നാൽ മതി, എഴുതൊന്നും വേണ്ട. ഓക്കെ, നമ്മള് ഒരു ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു, അത് പിന്നെ എടുത്തരാന്ന് പറഞ്ഞിരുന്നു. ഇതിൽ തന്നെ എന്തായിരുന്നു? പ്രോഗ്രാംസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ എന്ന ഭാഗമുണ്ട്, അതുകൊണ്ടില്ല. സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ
ബ്രീഫ് ചെയ്ത് പറയുന്നത് സ്റ്റുഡൻസിന്റെ ഇൻവോൾവ്മെന്റ്സും സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻസ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡെയിലി കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തെല്ലാം ഉൾപ്പെടുത്താം? അപ്പൊ എപ്പോഴും ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ചാനൽ ഉണ്ടായിരിക്കണം അല്ലെ? കുട്ടികൾ തമ്മിൽ നമുക്ക് എപ്പോഴും എന്താണ് സ്റ്റുഡൻസും ടീച്ചേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് എന്താണ് എപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, അതായത് എല്ലാ കാര്യങ്ങളും കുട്ടികൾക്കും അധ്യാപകർക്കും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിരുന്നാൽ മാത്രമേ കുട്ടികൾ അതിലേക്ക് ഇൻവോൾവ് ആയിട്ട് വരുള്ളൂ. കുട്ടികൾ എല്ലാത്തിലേക്കും മുന്നോട്ട് വരുള്ളൂ. അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, കുട്ടികൾ ഒന്നിനും തന്നെ ഇൻവോൾവ് ആവില്ല, ഒന്നിനും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. മനസ്സിലായി? ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഓരോ പ്രോഗ്രാംസിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ടീച്ചർമാരായിരിക്കും അല്ലെ, നിനക്കത് ചെയ്യാൻ പറ്റും, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. കൂടുതൽ മോട്ടിവേഷൻസ് എന്ന് നമ്മളെ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? അധ്യാപകരാണ്. അതവിടെ എന്ത് നടക്കണമെന്നാണ് അത് കുട്ടികൾ അതിലേക്ക് ഇൻവോൾവ് ആയി വരുന്നത്? പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ടീച്ചേഴ്സ് അത് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികൾ അതിലൊന്നിനും പങ്കെടുക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇനി കുട്ടികൾക്ക് അവര് സ്വയം പ്രോഗ്രാംസ് ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രോഗ്രാംസുകൾ ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കണം അല്ലെ. എപ്പോഴും നമ്മൾ മാത്രമുള്ള ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യൂ ഐഡിയാസ് ഉണ്ടായിരിക്കും അല്ലെ. അക്കാദമിക് ആയിട്ടുണ്ടായിരിക്കും, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ടായിരിക്കും അല്ല, അല്ലെങ്കിൽ അതർ ഫീൽഡ് സ്പോർട്സോ ആർട്സോ എന്താണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കുട്ടികൾ കുറച്ചുകൂടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലെ. ടീച്ചർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അതിനെ നമ്മൾ എന്ത് ചെയ്ത് അതിനെ ചെയ്യാൻ പറ്റില്ല, അതിവിടെ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അനുവിട്ടറിയാണ് വേണ്ടത്. നമ്മൾ ഒരിക്കലും ചെയ്യരുത് അല്ലെ. നമ്മൾക്ക് അറിയാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ ഒരു ന്യൂ ഐഡിയാസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതുവഴി നമുക്ക് എന്താണ് കുട്ടികളുടെ പ്രോഗ്രാംസ് അത് അവരെ ഏറ്റവും നല്ല, അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ഇനി അവരുടെ ആവശ്യകതകളുണ്ട് അല്ലെ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതലായിട്ടും കോളേജ് സ്റ്റുഡൻസിനായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ട് കുട്ടികളുടെ ആവശ്യം എന്താണ്? പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഏറ്റവും ആവശ്യം എന്താണ്? അവര് എന്ന് പറയാൻ അഡോൾസന്റ് ബിഹേവിയറുകൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് അല്ലെ. അഡോൾസന്റ് കാറ്റഗറീസിൽ ഉൾപ്പെടുന്നവരാണ് കോളേജ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബിഹേവിയർ തന്നെ എന്തായിരിക്കും? ഒരുപാട് വ്യത്യാസങ്ങളുള്ള കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ ആ ബിഹേവിയർ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ കടന്നു പോകുന്ന കുട്ടികളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അധ്യാപകരും അല്ലെങ്കിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ. അല്ലെ, അങ്ങനെയല്ലേ വേണ്ടത്? ഇപ്പോ ഈ അഡോൾസൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ പല പല പ്രശ്നങ്ങളിലൂടെ ഇൻവോൾവ് ആയിട്ടായിരിക്കും പോകുന്നത് അല്ലെ. ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന കുട്ടികളായിരിക്കും. മെന്റലി പ്രോബ്ലംസ് ഉണ്ടാവും, ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അധ്യാപകരിൽ നിന്നും കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും ആ ഒരു അഡോൾസൻ ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരെയാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ എന്താണ്, കുട്ടികൾ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവര് തന്നെ മുന്നോട്ട് വരും. ഒരിക്കലും അവര് അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുകയില്ല. ഓക്കെ, യെസ്. ഇനി ചില സമയങ്ങളിൽ അവര് വയലന്റ് ആവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലെ. ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, ക്ലാസ് മുറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, സ്കൂളിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഒരിക്കലും നമ്മൾ അവരെ എന്താണ്, ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം അതിന്റെ വിശകലനം തേടിയതിനു ശേഷം ഒരിക്കലും ആ സോൾവ് ചെയ്യുന്നത്. അപ്പോഴും കുട്ടികളുടെ കൂടെ നിൽക്കുക. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കുട്ടികളുടെ കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും അധ്യാപകർക്ക് ഏറ്റവും നല്ലൊരു കാര്യം. വെച്ചാൽ നമ്മുടെ കൂടെ അവർ നിൽക്കും. നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, യെസ്. ഇനി പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നും എന്താണ് അക്സെപ്റ്റ് ചെയ്യാത്തതെന്നും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അധ്യാപകർക്ക് മനസ്സിലാവുന്നത്. കുട്ടികളുടെ തോട്ടും ഫീലിങ്സും അവര് വിചാരിക്കുന്ന ആ ഒരു തോട്ടിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം അല്ലെ. അതായത് കുട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നതെന്ന് ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ മാത്രമേ കുട്ടികളെ കൂടെ നിൽക്കാനും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കുട്ടികളുടെ ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഒരു അധ്യാപിക ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. ദെൻ അവർക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീം ആയിരുന്നു നമ്മള് കേട്ടോ. മനസ്സിലായ പിള്ളേർ നിങ്ങൾക്ക്?
കുട്ടികളെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ഒരു അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവനും കോളേജ് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഇംപ്രൂവ്മെന്റ്സിന്. സ്റ്റാഫ് എന്ന് പറയുന്നത് ആരാണ്? നമ്മള് സ്റ്റാഫ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിന് ഇംപ്രൂവ്മെന്റ് വേണോ? വേണം. ടീച്ചറാണ് നല്ല ടീച്ചറാണ് ആദ്യം നന്നാവേണ്ടത് അല്ലേ? എന്നിട്ട് കുട്ടികളെ നന്നാക്കണം. യെസ്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പൊ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെ കുട്ടികളുടെ ബിഹേവിയേഴ്സ്, ഇൻട്രസ്റ്റ്, അവരുടെ നീഡ്, അവരുടെ ബിഹേവിയർ പാറ്റേൺസ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് നമ്മൾ പരിശീലനം കൊടുക്കും. കുട്ടികളുടെ ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് അഡോൾസൻ പീരീഡിലുള്ള കുട്ടികളെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത് എന്നതിനെ പറ്റി ടീച്ചേഴ്സിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ ചെറിയ കുട്ടികളെക്കാളും ബുദ്ധിമുട്ടാണ് ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അവരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെസ്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റീസ് ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന അഡോൾസൻ പീരീഡിലുള്ള കുട്ടികളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീച്ചേഴ്സ് ആയിട്ട് മാറണം. പിന്നെന്താണ്? ടീച്ചിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം അല്ലെ? ടീച്ചിങ് സ്കിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ടീച്ചിങ് സ്കിൽസ്? ടീച്ചിങ് സ്കിൽസ് അല്ലെ? അതായത് അധ്യാപകർക്ക് വേണ്ട എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടാവാം, ചിലപ്പോൾ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്ന് പറയില്ല നമ്മൾ. ഓരോ അധ്യാപകന്റെ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് അറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ വീക്ക്, എവിടെയാണ് നിങ്ങൾ സ്ട്രെങ്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അറിയാൻ പറ്റില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നല്ലോണം അറിയാൻ പറ്റും, ചിലർക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്റെ വീക്ക് പോയിന്റ് ഏതാ. ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്, അതായിരിക്കും നിങ്ങളുടെ വീക്ക് പോയിന്റ്. ആ വീക്ക് പോയിന്റ് മനസ്സിലാക്കി എന്ത് ചെയ്യണം? ആ വീക്ക് പോയിന്റിനെ നമ്മൾ എന്താക്കി മാറ്റണം? അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വീക്ക് പോയിന്റ്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനാണ് നോക്കേണ്ടത് അല്ലെ? നമ്മളൊരു സ്കൂളില് നമ്മുടെ ക്ലാസ്സിനെ മാത്രം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പോകുന്നത്. ഓൾ സ്കൂളിൽ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു ടീച്ചിങ് കോമ്പറ്റൻസിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. നമ്മളത് ഇംപ്രവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസുകൾ അധ്യാപകർക്ക് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ എന്താണ് ടീച്ചേഴ്സിന് ഏറ്റവും നല്ല രീതിയിലുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്യാനും അതിനനുസരിച്ച് പുതിയ പുതിയ ടെക്നിക്സുകൾ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാനെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെന്താ പറയുന്നത്? To help the teacher grow his capacity to communicate effectively in the classroom through the use of education technology devices and to ensure better student participation in the learning teaching situation. ഓക്കെ. ഇവിടെ എന്താ പറയുന്നത്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ടെക്നോളജി ഡിവൈസസ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ലേണിംഗ് സിറ്റുവേഷൻസ് കൊടുക്കാൻ പറ്റുന്ന അധ്യാപികരായിരുന്നു. അതായത് ഡിജിറ്റൽ ഫീൽഡുമായിട്ട്, അതായത് ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ട് കുറച്ചും കൂടി അതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് PPT ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടാവും ഇവിടെ അല്ലെ? പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യാൻ അറിയാത്ത കുട്ടികളില്ലേ നമ്മുടെ ക്ലാസ്സിൽ? ഉണ്ടാവായിരിക്കാം. അങ്ങനെ ഉണ്ടാവരുത്. എന്ത് ചെയ്യണം? അത് പഠിക്കുക. എങ്ങനെയാണ് ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ക്ലാസ് റൂമില് വീഡിയോസ് കാണിക്കേണ്ടത്, എങ്ങനെയാണ് സ്മാർട്ട് ക്ലാസ് റൂം ടീച്ചർ കൊണ്ടുവരുന്നത്, അപ്പൊ പുതിയ ഡിജിറ്റൽ ടെക്നിക്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനേ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ അല്ലെ? ഇപ്പൊ പഴയ കാലത്ത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? വീഡിയോസും ഓഡിയോസും എല്ലാ ഇമാജിനറി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ അതിൽ കുറച്ചുകൂടി നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കും അല്ലെ? പ്രത്യേകിച്ച് വീഡിയോസ് ഒക്കെ കാണിക്കാനും ഒരു PPT പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ കാണിക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ആ ഡിവൈസുകൾ ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ട്രെയിൻ ചെയ്യണം. ഓക്കെ. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ആയിരിക്കില്ല, ഇനി ഇതേപോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെയായിരിക്കും പഠനം നടക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു നല്ല ലേണിംഗ് സിറ്റുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ പ്രാപ്തരാക്കുക. അതിന് വേണ്ടി ട്രെയിനിങ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഏറ്റവും മികച്ച രീതിയിൽ എല്ലാ ഡിവൈസസുകളും ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. ഓക്കെ. യെസ്. പിന്നെ എന്താണ്? To enable the teachers to provide direction students in their learning. Problems such as library reading and elucidation work for self-study, adapting for examination and developing in their own all-round of personality. ഇനി to provide directions. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഡയറക്ഷൻസ് പ്രൊവൈഡ്, അതായത് സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികൾ അസിസ്റ്റ് ചെയ്യാൻ പറ്റണം. ഡയറക്ഷൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കുട്ടികളോടും ഉപദേശിക്കാനൊന്നും പറ്റുന്നില്ല അല്ലെ? ഉപദേശം കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റാറുണ്ടോ? നമ്മൾ
ഉപദേശത്തിന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിൽ നമ്മൾ മികവുറ്റവരാകണം. അതായത് കാരണം ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള നല്ല കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അതിപ്പോ സ്കൂളിൽ എന്ത് തരം കാര്യങ്ങളായിരിക്കും, എക്സാമിനേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാത്തരം വികസനത്തിനുള്ള എന്ത് പദ്ധതികളാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാക്കി മാറണമെങ്കിൽ നിങ്ങളെ തന്നെ ട്രെയിൻ ചെയ്യണം അല്ലെ. നിങ്ങൾക്ക് നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അതിനെ നമ്മൾ തന്നെ സംസാരിച്ച് പഠിക്കണം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ടീച്ചറായിട്ട് മാറാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി എന്ത് തരം പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്താലും ഈ പോയിന്റ്സ് തന്നെ ഉണ്ടോ ഞാൻ പറയുന്നത്. കുട്ടികൾ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലെ. അപ്പൊ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി കൊടുക്കുന്ന ആരാണ്? അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? അധ്യാപികരാണ്. അത് സോൾവ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജി ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? നമുക്കുണ്ടായിരിക്കണം അല്ലെ. കുട്ടി ഒരു പ്രശ്നം നേരിടുന്നത് അതിനെങ്ങനെ മറികടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? അധ്യാപികയാണ്. അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. യെസ്, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ്, അതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കപ്പാസിറ്റി അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കേണ്ട കുറച്ച് കുട്ടികളുണ്ട്. അതായത് പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾ അല്ലെ, ക്ലാസ് മുറിയിൽ ഇപ്പൊ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ, പഠനത്തിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും എന്തിലാണെങ്കിലും പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ അധ്യാപിക എന്താണ് ചെയ്യേണ്ടത്? സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം അല്ലെ. അങ്ങനെ പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് കണ്ടെത്തി ആ ഡയഗ്നോസിസ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിനു ശേഷം, അതായത് അവന്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തിയതിനു ശേഷം അവന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അവന്റെ ആവശ്യകത എന്താണോ അതനുസരിച്ചിട്ട് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ഒരു ടീച്ചിങ് ടെക്നിക്സ് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുക. അതായത് നമുക്കറിയാം ഓരോ ടീച്ചർമാർക്കും ഓരോ ടീച്ചിങ് സ്റ്റൈൽ ഉണ്ടെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർക്ക് അത് വ്യത്യസ്തമാണ് അല്ലെ. ചിലർക്ക് നല്ലോണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, ചിലർ കുറച്ച് പോറായിരിക്കും, ചിലർ എന്താണ് ഒരു മീഡിയത്തിൽ ഇടും. അങ്ങനെ രീതിയിൽ ചിലർ ഭയങ്കര ആക്ടിവിറ്റീസ് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ചിലർക്ക് ഇങ്ങനെ ക്ലാസ് വെറുതെ എടുത്തുകൊണ്ടിരിക്കാനായിരിക്കും. ഇങ്ങനെ പല പല രീതിയിൽ ടീച്ചിങ് സ്കില്ലുള്ളവരാണ് നമ്മളെല്ലാവരും അല്ലെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ പ്രശ്നങ്ങൾ, ഇപ്പൊ ഒരു ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ കൂടി നമുക്ക് പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതിനെ സോൾവ് ചെയ്യാൻ ആ ടീച്ചർക്ക് മാത്രം ഒരിക്കലും കഴിയണം. മറ്റു ടീച്ചർമാരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കലല്ല വേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലെ പ്രശ്നങ്ങൾ നിങ്ങളായിരിക്കണം സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ സ്വന്തം ക്ലാസ്സിലെ പ്രശ്നങ്ങൾ എപ്പോഴും എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ടും പ്രശ്നങ്ങളില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ് റൂമിനെ നിയന്ത്രിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ഒരു ടീച്ചറായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്കൂൾ സെറ്റിംഗ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ, ആ ഒരു പ്രൊഫഷൻ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്. വീക്ക്നെസ്സിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വീക്ക് പോയിന്റിനെ കണ്ടെത്തി അതിനെ മാറ്റണം, ഇല്ലാണ്ടാക്കണം. അതിന് നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഏറ്റവും നല്ലൊരു ടീച്ചറായിട്ട് തന്നെ ആയിരിക്കണം സ്കൂളിൽ നിന്ന് പടിയിറങ്ങേണ്ടത് അല്ലെ. ആ ഒരു അറ്റ് എൻഡിൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു അക്കാദമിക് ലൈഫ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പടിയിറങ്ങുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം. ഞാനൊരു നല്ല ടീച്ചർ ആയിരുന്നു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരിക്കണം. എപ്പോഴെങ്കിലൊക്കെ അത് തിരിച്ചറിയും. അപ്പൊ അത് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് മിൽട്രോസ് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്. മിസ് ഇപ്പൊ വരും കേട്ടോ. നമ്മള് തമ്മിൽ കൂടിക്കാഴ്ച ഇന്നോട് അവസാനിക്കുകയാണ്. അപ്പോ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ഇടാം. ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം. ഇതിൽ ഇടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ പരീക്ഷയ്ക്ക് ഇടുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ഭാഗങ്ങളൊന്നും ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട. വേറെ ബുദ്ധിമുട്ടിയ ഒരു ചോദ്യങ്ങൾ ഇടില്ല കേട്ടോ. 17, 16, 15 ഇതുവരെ സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. ഓക്കെ, ക്ലാസ്സുകൾ പറ്റാവുന്നിടത്തോളം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി ചില ദിവസങ്ങളിൽ പറ്റാതെ പോയിട്ടുണ്ട്, മോശമായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ചില സമയങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. PG ക്ലാസ്സസ് ഈ പ്രാവശ്യമാണ് ഇത്രയും കൺജസ്റ്റഡ് ആയി പോയത്. ഇതേപോലെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഇടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് വിളിച്ചിട്ട് അങ്ങനെ എടുക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയും വന്നു. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. സമാധാനത്തിൽ എപ്പോഴും പഠിപ്പിക്കുമ്പോഴോ നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ഞാൻ ഇന്നത്തെ ക്ലാസ് ആണെങ്കിലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഇതിലും മനോഹരമായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഹബീബ കയറിപ്പോയി ടീച്ചറിനെ പെട്ടെന്ന് കയറണമെന്ന് പറഞ്ഞ ക്ലാസ്സിൽ. അതിനോട് ഞാനിപ്പോ നിർത്തുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു.
കേട്ടോ. ഇതിൽ പറയാനുണ്ടോ എന്നോട്? താങ്ക് യു മാം. Thank you. Thank you, ma'am. താങ്ക് യു മാം. വീഡിയോ സ്റ്റക്ക് ആയതാണോ? അടുത്ത മിസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാ.
ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഗുഡ് ആഫ്റ്റർനൂൺ. നെറ്റ് സ്ലോ ആയിരുന്നു, നെറ്റ് കട്ടായി പോയതാണ് കേട്ടോ. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? ഓക്കേ, 1 മിനിറ്റ് മിസ് ഒന്ന് മൊഡ്യൂൾ നിർത്തോട്ടെ കേട്ടോ. ലാസ്റ്റ് യൂണിറ്റ് എടുക്കാം കേട്ടോ, 4th യൂണിറ്റ്, ദ എലമെന്റ് ഓഫ് എ ബെസ്റ്റ് പ്രാക്ടീസ്. ജസ്റ്റ് ഒരു കുറച്ചുള്ളൂ, ഞാൻ വേഗം എടുത്തിട്ട് ഞാൻ പൊക്കോളാം, നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കില്ല. മാം എത്രയും നേരം എടുക്കാനായിട്ടാ? മീൻസ് ഹലോ, ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ആർക്കെങ്കിലും അത് 157. സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ 4th ചാപ്റ്ററും കൂടി നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു പേജ് ഉള്ളൂ. ഓക്കെ, ദ എലമെന്റ്സ് ഓഫ് എ ബെസ്റ്റ് പ്രാക്ടീസസ്. ടാപ്പ് ഇൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് പാരന്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, ഇപ്പൊ ഒരു സ്കൂൾ ആകുമ്പോൾ ആരൊക്കെ അതിനകത്ത് ഇൻവോൾവഡ് ആണ്? 3rd യൂണിറ്റിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ടീച്ചേഴ്സ് ഉണ്ടാവും, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, പാരന്റ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ. അതുപോലെ തന്നെ സാമൂഹികമായിട്ടും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അല്ലെ. ഇനി മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിലുള്ള ബെസ്റ്റ് പ്രാക്ടീസിലൂടെ നമുക്ക് എന്താണ് ഒരു വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റും, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് ഒരു 18 പോയിന്റ് ഉണ്ട്. ഞാൻ പോയിന്റുകൾ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കാം. പോയിന്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കോ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ പറ്റും അല്ലെ. പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവര് തമ്മിലുള്ള, ആരൊക്കെ തമ്മിൽ? അധ്യാപകരും അതുപോലെ തന്നെ പാരന്റ്സും തമ്മിലുള്ള ഒരു അകലം കുറയ്ക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ. പാരന്റ്സും ടീച്ചേഴ്സും തമ്മിൽ ഇപ്പോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ, ഇപ്പൊ കുട്ടികളൊക്കെ എന്താണ് പുതിയ ക്ലാസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് 2E അല്ലെങ്കിൽ grade 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് പറയാറുണ്ട് എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് എന്നെ ഇൻഫോം ചെയ്താൽ മതി എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്താണ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി എന്നുള്ളത് പറയാറുണ്ട് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്താണ് ബന്ധം സ്ഥാപിക്കാനായിട്ട് ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലൊരു ബന്ധം വികസിപ്പിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇന്ററാക്ട്, അതായത് എന്താണ് രക്ഷിതാക്കളുമായിട്ട് നിരന്തരം നമ്മൾ ഇന്ററാക്ട് ചെയ്യുക. അങ്ങനെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഒരു ആഫ്റ്റർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്തായിരിക്കാം നമുക്ക് കിട്ടുന്നത്? ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റും അല്ലെ. നല്ലൊരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് സ്കൂളിന് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. പിന്നെ എന്താണ് നാലാമത് പറയുന്നത്? മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ വ്യക്തിത്വ വികസനത്തിന് പിന്തുണ നൽകണം അല്ലെ. വ്യക്തിത്വമായിട്ട് അല്ലെ, പാരന്റൽ സെൽഫ് ഗ്രോത്തിന് നമ്മൾ പിന്തുണ നൽകാനായിട്ട് സഹായിക്കാം. പിന്നെ എന്താണ് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുക. അപ്പൊ നമ്മൾ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും കാര്യം ക്ലാസ് റൂമിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു എന്താണ് പറയാ ഒരു ഡിസിഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണ് അവരോട് ചോദിക്കുക, അഭിപ്രായം എന്താണ് എന്നുള്ളത്. അപ്പൊ എന്താണ്
അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു തോന്നല് പാരന്റ്സിന് ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ നിങ്ങളോടായാലും നിങ്ങളുടെ ഇപ്പോ മക്കൾ പഠിക്കുന്ന സ്കൂളിലായാലും ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഇന്നത് വരുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇന്നതുപോലെ ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാറുണ്ടല്ലേ പല കാര്യങ്ങളും ഇല്ലേ? അപ്പൊ ഒരു എന്താണ് അവര് മനസ്സിലാക്കുന്നുണ്ട്, നല്ലൊരു ഡിസിഷൻ എടുക്കുന്നതിൽ അവരെ പങ്കാളികളാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? ഓക്കെ. പിന്നെ എന്താണ്, മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. നമ്മളെല്ലാവരും ഓരോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇല്ലേ? അതിലേക്ക് മറ്റാരെയും എന്താ പറയാ കടത്താതെ അല്ലെങ്കിൽ നമ്മള് എന്താ ഒരു രീതി അല്ലെ ഒരു ഡിസ്റ്റൻസ് പാലിക്കണം അല്ലെ? നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്പേസും കാര്യങ്ങളും അവർക്ക് മാതാപിതാക്കൾക്ക് അത്തരത്തിലുള്ള ഒരു സ്പേസ് കൊടുക്കാനായിട്ട് തയ്യാറാക്കണം സ്കൂളുകാർ. പിന്നെ എന്താണ്, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് മാതാപിതാക്കളുടെ ബന്ധം ശക്തമാക്കുക അല്ലെ? നമ്മൾ എന്താണ് ഇപ്പൊ എന്തൊരു പ്രോഗ്രാം ആയാലും നമ്മൾ ഇപ്പൊ ഓറിയന്റേഷൻ പ്രോഗ്രാം സ്കൂളുകൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ എന്താണ് പാരന്റ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ മുൻപോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് അവര് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് അല്ലെ? ഓക്കെ. പിന്നെ എന്താ, രക്ഷിതാക്കളെ സ്വാഗതം ചെയ്യുകയും വിലമതിക്കുകയും ചെയ്യുക. ഇപ്പൊ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വെച്ചു, അപ്പൊ എന്താണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നു അല്ലെ? ഓരോ കാര്യങ്ങളും ഇപ്പൊ ഏതൊരു പ്രോഗ്രാംസ് ആയാലും നമ്മളത് വെൽക്കം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ളൊരു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു കാര്യമാണല്ലേ ചെയ്യുന്നത്. കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ് ഏതൊരു കാര്യങ്ങൾക്കായാലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്വാഗതം ചെയ്യുക, അവരെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ എന്താണ് പാരന്റ്സുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പാരന്റ്സിനെ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വ്യത്യാസങ്ങൾ മറികടക്കുക. ഇപ്പൊ നമ്മളെല്ലാവരും ഡിഫറെന്റ് കൾച്ചേഴ്സിൽ നിന്ന് വരുന്നവരായിരിക്കാം അല്ലെ? ഡിഫറെന്റ് ഭാഷകൾ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ചിലപ്പോ ചില കുട്ടികൾക്ക് ഇപ്പൊ മലയാളം അറിയില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം അല്ലെ? ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ലാംഗ്വേജിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അത്തരത്തിലുള്ള അല്ലെങ്കിൽ കളിയാക്കാനോ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാനോ അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ എന്താണ് ഓരോ ഭാഷയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ വ്യത്യാസങ്ങൾ അറിഞ്ഞ് അവരോട് പെരുമാറാനായിട്ട് സ്കൂളുകാരെ ശ്രമിക്കണം. മാതാപിതാക്കളുടെ വികാരങ്ങളെ മാനിക്കുക, അവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാനിച്ചുകൊണ്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ കഴിവുകൾ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക ഓരോരുത്തരെയും. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അതിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സ്കൂളുകാര് സഹായിക്കാം. ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാം. പിന്നെന്താണ്, നല്ല നേതൃത്വം നൽകുകയും എപ്പോഴും ലഭ്യമാക്കുകയും ചെയ്യുക. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അല്ലെ? അതുപോലെ തന്നെ എപ്പോഴും അവരെ ലഭ്യമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളെ പാരന്റ്സിനെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം സ്കൂളുകാരെ. പിന്നെ എന്താണ്, യഥാർത്ഥ ബോധ്യത്തോടെയും ക്ഷമയോടെയും പ്രവർത്തിക്കുക. ഇപ്പൊ സ്കൂളുകാരിപ്പോ കുട്ടി അല്ലെങ്കിൽ പാരന്റ്സ് എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് ക്ഷമയോടെ അത് കേൾക്കാനായിട്ടായാലും അല്ലെങ്കിൽ ചിലപ്പോ ആരുടെയെങ്കിലും കയ്യിൽ ഇപ്പൊ ടീച്ചേഴ്സിന്റെ കയ്യിലായിരിക്കാം ചിലപ്പോ എന്താ പറയാ തെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് അതിനെ ഇതാക്കാതെ എന്ത് ചെയ്യണം, എന്റെ കയ്യിലാണ് തെറ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പാരന്റ്സ് ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പൊ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അത് ക്ഷമയോടെ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അതിന്റെ റീസൺ എന്താണ്, അതൊക്കെ കേട്ട് മനസ്സിലാക്കി അവരെ തെറ്റാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കണം. അല്ലാണ്ട് രണ്ടുപേരും തമ്മിൽ അല്ലെങ്കിൽ എന്താണ് ശത്രുത അല്ലെ, രണ്ടുപേരും തമ്മിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടു കൈയും കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, ശബ്ദം ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം, അത് കേട്ട് അങ്ങനെയല്ല വേണ്ടത് അല്ലെ? നല്ല രീതിയിലുള്ളൊരു ബന്ധം സ്ഥാപിക്കുകയാണ് സ്കൂളുകാരും പാരന്റ്സും തമ്മിൽ ചെയ്യേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ആരുടെ കയ്യിലാണോ തെറ്റ് വന്നിരിക്കുന്നത് അത് കേൾക്കുക, മനസ്സിലാക്കുക, എന്താണ് റീസൺ ഉള്ളതെന്ന് ചോദിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യരുത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബോധ്യവാന്മാരാക്കുക, അവയർനെസ് അവർക്ക് കൊടുക്കാം. പിന്നെ എന്താണ്, രക്ഷിതാക്കളെ യഥാർത്ഥ പങ്കാളികളായിട്ട് കാണുക. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഓരോ പ്രോഗ്രാമുകളും സ്കൂളിലെ കണ്ടക്ട് ചെയ്യേണ്ടത്. അത്തരത്തില് അവര് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ബന്ധം അല്ലെ, സ്കൂളും പാരന്റ്സും തമ്മിലുള്ള ഒരു ബന്ധം ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങളും സമീപനങ്ങളും ചോദിച്ചറിയാനായിട്ട് മടിക്കരുത്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, ഇനി നിങ്ങൾക്ക്
ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആവശ്യങ്ങള്, ഇനി കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങള്, നമുക്ക് ഓരോ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? ഇനി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത്? ഏതൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം? നിങ്ങളുടെ കാര്യങ്ങൾ അവര് ഇനി എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അറിയാനുണ്ടെങ്കിൽ, പാരന്റ്സിൽ നിന്ന് അറിയാനുണ്ടെങ്കിൽ അതറിഞ്ഞ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും സ്കൂളിൽ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് രക്ഷിതാക്കളെയും സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രതിനിധിയെ നിയമിക്കുക. ഓക്കെ. അപ്പൊ സ്കൂളിന്റെയും അതുപോലെ തന്നെ പാരന്റ്സിന്റെയും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വ്യക്തിയെ സ്ഥാപിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് രക്ഷിതാക്കൾക്ക് സ്വന്തം എന്ന് തോന്നുന്ന ഒരു സ്ഥലം ഒരുക്കുക, അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. രക്ഷിതാക്കളുടെ സംഭാവനകൾ അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് ആണ്. രക്ഷിതാക്കള് സ്കൂളിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭാവനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം അല്ലെ? അവർക്കൊക്കെ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രചോദനമാണ് അല്ലെ? വീണ്ടും സ്കൂളിലേക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ നമ്മളത് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധ, ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവും അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്കൂളും അതുപോലെ തന്നെ പാരന്റ്സും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധത്തിൽ പോകാനായിട്ടും നല്ല രീതിയിൽ അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ക്ലിയർ ആണോ? വേഗം എടുത്തു പോയി കാരണം നമ്മുടെ പോർഷൻ ആയിരുന്നു. അപർണ മിസ് എടുക്കാന്നാ പറഞ്ഞത്. അപർണ മിസ്സിന് പോർഷൻസ് പിന്നെ എടുക്കാനുണ്ട്, അതുകൊണ്ടാണ് മിസ് എടുത്ത് പോയത് കേട്ടോ. പിന്നെ ഒരു കാര്യം, മിസ്സിന്റെ സ്പെഷ്യൽ ക്ലാസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മാറ്റി വെച്ചിട്ടുണ്ട്. മിസ് എന്ത് ചെയ്യാം? മിസ് സ്പെഷ്യൽ ക്ലാസ് മിസ് വെക്കില്ല, പകരം മിസ് ഓരോ 3 ചാപ്റ്റേഴ്സ് ആണല്ലേ PG യിൽ എടുത്തത്. ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാം, അത് നോക്കി നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ. നല്ല രീതിയിൽ എക്സാം ചെയ്താൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.